സഈദ് റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, ലിമ തൽഹക്, വധിക്കാൻ പോകുമ്പോ മരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ചിരിച്ചത് അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ടും അല്ലാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലാഹ്. മഹാനായ ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ, ഈ കുറ്റവാളിക്ക്, ഈ ക്രിമിനലിന് ഇനി ഒരാളെ വധിക്കാൻ നീ ചാൻസ് നൽകരുത്, നീ അവസരം നൽകരുത്. ഇത് ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തഖിയെ വധിച്ചു, മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അം ഹസിബതും മാ തദ്ഖുലുൽ ജന്നഹ്, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് പറ്റൂല. സ്വർഗം എളുപ്പത്തിൽ കിട്ടൂല, അത് കിട്ടൂല, അതങ്ങനെയാണ്. അം ഹസിബതും, മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, അലാ തദ്ഉല്ലാഹ ലനാ അലാ തസ്തൻസിറു ലനാ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ? നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചെയ്തുകൂടെ? എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? മടുത്തു നബിയേ, മടുത്തു, ഇനി സഹിക്കാൻ കഴിയില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആരാണ് ഖബ്ബാബ് എന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, അതിൽ തീ പുകയ്ക്കുകയാണ്, മരങ്ങളിടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം അഴിച്ചു മാറ്റുകയാണ്. ഒരു വസ്ത്രം പോലും ഇല്ലാതെ വിവസ്ത്രനായി ഖബ്ബാബ് തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തിക്കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ, ഞാൻ പിന്മാറൂല, എനിക്കെന്റെ ഹബീബിനെ മതി, എനിക്കെന്റെ റബ്ബിനെ മതി. നിങ്ങൾക്ക് എന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ച് കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈമാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല എന്ന് തീയിൽ കിടന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ്. താഴെ മുഴുവനും തീയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, നോക്കൂ എന്റെ പുറം ഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറം ഭാഗം വെളുത്തിരിക്കുകയാണ്. എന്ത് പറ്റി ഖബ്ബാബ്? എന്ത് പറ്റി ഖബ്ബാബ്? എന്തേ പുറം ഭാഗത്ത് സംഭവിച്ചത്? അപ്പോഴാണ് മഹാനായ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ തീയിലിട്ട് കരിച്ചതാണ് ഉമറേ, തീയിലിട്ട് കരിച്ചതാണ് ഉമറേ. ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ബിലാൽ തങ്ങളെ അൽമാ അൽമാ, വെള്ളം തരുമോ, വെള്ളം തരുമോ, ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ, ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ, ശരീരത്തിലേക്ക് തിളച്ചുമറിയുന്ന വെള്ളമൊഴിച്ചപ്പോ, ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോ, ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ, വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് പറഞ്ഞപ്പോ ഫറഫഅ സൗബഹു, തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു
ഓടിച്ചു കൊടുത്തു. ഏത് വായ എന്നറിയോ? കഅബയുടെ കില്ലയിൽ കയറിയിട്ട്, കഅബയുടെ മുകളിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മധുരിതമായ ബാങ്കിന്റെ വിളികൾ എല്ലാ സമയങ്ങളിലും അനുഷ്ഠിച്ചിരുന്ന മഹാനായ ബിലാലിന്റെ വായയിലേക്കാണ് ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല, ഞാൻ തീയിലിങ്ങനെ കരിഞ്ഞു പോയി എന്ന് മഹാനായ ഖബ്ബാബ് തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, അലാ തദഉല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഖബ്ബാബിന് തിരിച്ചൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. കേൾക്കൂ സഹോദര, കാസർഗോട്ടുകാരാ, ഒന്ന് ചെവി തുറന്ന് കേൾക്ക്. എന്റെ സഹോദരിമാരെ ചെവി തുറന്ന് കേൾക്ക്. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ, ഒരു പനി വരുമ്പോ, കടക്കണി വരുമ്പോ, മക്കൾ മരിച്ചു പോകുമ്പോ, ഭർത്താവ് മരിച്ചു പോകുമ്പോ, ബിസിനസ് തകരുമ്പോ, പരാജയം രുചിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ, കേൾക്കൂ എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. ഖബ്ബാബേ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് കരുതിയോ? വലം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗ്ഗം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവസൂരികളായ പ്രവാചകന്മാർ